റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായി ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ്. നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോകളും പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്ന് ഉറപ്പു തരുന്നു. ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ. നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതുക എന്നാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, മുഅത്തത്ത് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സ്വഹാബി. മുഅത്തത്ത് യുദ്ധത്തിൽ അല്ലേ, അതിൽ 3 പടനായകന്മാരും ഷഹീദായിട്ടുണ്ട്. അതിൽ നോമ്പുകാരനായി ഷഹീദായിരുന്ന ആ സ്വഹാബിയുടെ പേര് എന്താണ്? ജഅഫർ റളിയല്ലാഹു അൻഹു എന്നാണ്. അപ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹു എന്ന് എഴുതാം. രണ്ടാമത്തേത്, ഉഹദ് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ? ഉഹദ് യുദ്ധം നടന്നത് ഏത് മാസത്തിലാണ്? ബദർ റമദാൻ മാസത്തിൽ. ഉഹദ് നടന്നത് ഷവ്വാൽ മാസത്തിലാണ്. ഷവ്വാൽ എന്ന് എഴുതാം. അപ്പോൾ ഷവ്വാൽ മാസത്തിൽ എന്നോ ഷവ്വാൽ എന്ന് എഴുതാം. മൂന്നാമത്തേത്, വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം? നമുക്കൊരു പ്രശ്നം പ്രയാസമൊക്കെ പറ്റി വിപത്തൊക്കെ സംഭവിച്ചാൽ നമ്മൾ എന്താ ചൊല്ലേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് അല്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. നാലാമത്തെ ചോദ്യം എന്താ? ശുക്ർ എന്നാൽ എന്ത്? ശുക്ർ നന്ദി എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി എന്ന് എഴുതിയേക്കരുത്, അല്ലെങ്കിൽ നന്ദി ചെയ്യൽ എന്നൊന്നും എഴുതരുത്. അർത്ഥമാണത്. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? എന്താണ്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക, അതാണ് ശുക്ർ അല്ലേ. ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. 5ാമത്തെ ചോദ്യം, ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്? ദേശസ്നേഹം, നമ്മുടെ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കൽ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്? സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽ പെട്ടതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്? അതിൻ്റെ ആൻസർ സത്യവിശ്വാസിയുടെ. 6ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ. അതിന് പറയുന്നൊരു പേരുണ്ടല്ലോ. പങ്കെടുത്ത യുദ്ധങ്ങൾക്കും പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്കും പറയുന്ന പേരുണ്ട്. ഇവിടെ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് സരിയത്ത് എന്നാണ് അല്ലേ. പങ്കെടുത്ത യുദ്ധങ്ങളാണെങ്കിൽ ഗസുവത്ത് എന്നാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇനി അടുത്ത 2ാമത്തെ ആക്ടിവിറ്റി, ശരി അടയാളപ്പെടുത്തുക. ശരി അടയാളപ്പെടുത്താനാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 6 ചോദ്യവും അതിനൊക്കെ 3 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കും ശരി. 2-3 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, 2 ഉത്തരങ്ങളിൽ എന്ത് ചെയ്യരുത്? ശരിയിടരുത്. കൺഫ്യൂഷൻ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് 2 ഉത്തരങ്ങളിൽ ശരിയിട്ടാൽ അതിൻ്റെ മാർക്ക് കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ശരിയിടുന്ന സമയത്ത് ഇപ്പോൾ ഈ കള്ളിയിലാണ് ശരിയിടണമെങ്കിൽ ഈ കള്ളിൻ്റെ ബൗണ്ടറിയിൽ തന്നെ അത് ഒതുങ്ങി നിൽക്കണം. ആ ശരി. ചില കുട്ടികളെ കൊണ്ട് ശരിയിട്ടാൽ ഒരു കള്ളിയിൽ നിന്ന് തുടങ്ങി അടുത്ത കള്ളിയിൽ ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും. അമ്മാതിരി ശരിയൊന്നും ഇടരുത് എന്നർത്ഥം. അതൊക്കെ മാർക്ക് മിസ്സാവാൻ കാരണമാണ്. പിന്നെ ആദ്യം ഒന്ന് ശരിയിട്ട്, പിന്നെ അതൊന്ന് തെറ്റി, പിന്നെ അടുത്തൊന്ന് ശരിയിട്ട്, പിന്നെ അതൊന്ന് തെറ്റിച്ച്, പിന്നെ അടുത്തൊന്ന് ശരിയിട്ട്, അതൊക്കെ ചിലപ്പോൾ മാർക്കിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായി ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങളൊക്കെ വായിച്ച് നോക്കി ശരിയായത് മാത്രം ശരിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1ാമത്തെ ചോദ്യം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ താമസിച്ച വീട്. നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആരെ വീട്ടിലായിരുന്നു? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്, മൈമുന റളിയല്ലാഹു അൻഹയുടെ വീട്. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നല്ലോ നബി തങ്ങൾ വഫാത്താകുന്ന ആ സമയത്തൊക്കെ താമസിച്ചിരുന്നത്. അപ്പോൾ അത് എഴുതാം. 2ാമത്തത്, നമ്മുടെ മദ്ഹബിൻ്റെ പേര്. നമ്മുടെ മദ്ഹബിൻ്റെ പേര് ഷാഫിഈ, മാലിക്കി, ഹംബലി. ഏതാണ്? ഷാഫിഈ. അതാണ് ആൻസർ. 3ാമത്തത്, ബദർ യുദ്ധം നടന്ന മാസം. ബദർ യുദ്ധം നമ്മൾ നേരത്തെ ഉഹദ് യുദ്ധം എഴുതിയെന്ന സമയത്ത് പറഞ്ഞിരുന്നു. റമദാനിൽ, ഷവ്വാൽ, റജബിൽ. റമദാനിലാണ് അല്ലേ ബദർ യുദ്ധം. 4ാമത്തത്, വലിയ പാപങ്ങളിൽ പെട്ടത്. വലിയ പാപങ്ങൾ പെട്ടത് വഞ്ചന, വ്യഭിചാരം, ചാരപ്പണി. ഇതിലേതാണ് വലിയ പാപങ്ങൾ പെട്ടത്? അത് വ്യഭിചാരമാണ് അല്ലേ. നമ്മൾ പഠിച്ചല്ലോ എന്തൊക്കെ? പിന്നെ ഖത്തിൽ, കൊലപാതകം, സരിഖത്ത്, മോഷണം, പിന്നെ സിന, വ്യഭിചാരം. അതാണല്ലോ വലിയ പാപങ്ങൾ പഠിച്ചത്. അപ്പോൾ വ്യഭിചാരം. 5ാമത്തത്,
സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ത്? നോമ്പ്, സക്കാത്ത്, സത്യസന്ധത. ഏതാണ്? സത്യസന്ധതയാണ് അല്ലേ? സ്വഭാവത്തിൽപ്പെട്ടത് സത്യസന്ധത. ആറാമത്തത് അള്ളാഹു ഇത് കൊണ്ട് പരീക്ഷിക്കും. വിശപ്പ്, ദേഷ്യം, സഹനം. ഇതിലേതുകൊണ്ടാണ് അള്ളാഹു നമ്മൾ പരീക്ഷിക്കുക? വിശപ്പ് കൊണ്ടാണ് അല്ലേ? വിശപ്പ്, ശാരീരിക നഷ്ടം, സാമ്പത്തിക നഷ്ടം എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഭയം, വിശപ്പ്, ശാരീരിക നഷ്ടം, സാമ്പത്തിക നഷ്ടം, ഇങ്ങനെ 4 കാര്യങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിശപ്പാണ് അതിൽ ടിക്ക് ചെയ്യേണ്ടത്. ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇതേ പ്രകാരം തന്നെ ടിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റേ ബൗണ്ടറി വിട്ടു പോകരുത്. 2 കള്ളികളിൽ ഒരുമിച്ച് ടിക്ക് ചെയ്യരുത്, വൃത്തികേടാക്കാതെ. അതൊക്കെ മനസ്സിലാക്കി ശ്രദ്ധിച്ചും കണ്ട് ആൻസർ ചെയ്താൽ. ഇനി അടുത്ത 3-മത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് പൂരിപ്പിക്കാൻ? അതിൽ 1-മത്തത് ഇന്നല്ലാഹ യഖ്ബലു ഡാഷ് മാലം യുഗർഗിർ എന്നാണ്. എന്താണ് അവിടെ ചേർക്കേണ്ടത്? ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി എന്നാണ്. തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ എന്നാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പൂരിപ്പിക്കാൻ വരുന്ന സമയത്ത് അതിൻ്റെ ആശയം കൂടി മനസ്സിൽ കാണണം, അല്ലെങ്കിൽ അതും കൂടി മനസ്സിൽ നിന്ന് ഓർത്തു വെക്കണം. ഈ പരീക്ഷയിൽ പൂരിപ്പിക്കാൻ വന്നത്, നമ്മളിപ്പോൾ ഈ നോക്കുന്ന പേപ്പറിൽ പൂരിപ്പിക്കാൻ വന്നത് ഇനി അല്പം അർത്ഥം എഴുതാനായിരിക്കാം. അവിടെ അർത്ഥം എഴുതാൻ വന്നതിൽ പൂരിപ്പിക്കാനൊക്കെ തിരിച്ചു മറിച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ മനസ്സിലാക്കുക. അതെന്താണ്? തീർച്ചയായും അടിമയുടെ തൗബ, അല്ല അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതും കൂടി അതിൻ്റെ കൂടെ മനസ്സിലാക്കുക. 2 അൻ തഅ്ബുദ റബ്ബക കഅന്നക ഡാഷ് ഫ ഇല്ലം തകുൻ ഡാഷ് ഫ ഇന്നഹു യറാക എന്നാണ്. എന്താണ് അവിടെ ചേർക്കേണ്ടത്? അൻ തഅ്ബുദ റബ്ബക കഅന്നക കഴിഞ്ഞിട്ടു തറാഹു എന്നാണ് ചേർക്കേണ്ടത്. തറാഹു ഫ ഇല്ലം തകുൻ, പിന്നെയും തറാഹു എന്ന് തന്നെയാണ് ചേർക്കേണ്ടത്. ഫ ഇന്നഹു യറാക എന്നുണ്ട്. അപ്പോൾ എങ്ങനെ വരും? അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹു ഫ ഇല്ലം തകുൻ തറാഹു ഫ ഇന്നഹു യറാക എന്നാണ്. എന്താ അർത്ഥം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ്? നീ നിൻ്റെ രക്ഷിതാവിനെ കാണുന്നത് പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട് എന്നാണ് അർത്ഥം. അതും കൂടി മനസ്സിലാക്കുക. ഇവിടെ 3-മത് ബദറിൽ സംബന്ധിച്ച, അഥവാ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അഖ്ലാഖിലെയും താരീഖിലെയും ചോദ്യങ്ങൾ മിക്സാക്കിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ബദറിൽ സംബന്ധിച്ച ഡേഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബദറിൽ സംബന്ധിച്ച്? സ്വഹാബികളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞതാണ്. എന്താണ്? ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ അതിവിടെ അങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരിക? ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് വരെയാണ് അവിടെ ചേർക്കാനുള്ളത്. പിന്നെ 4-മത്തത് ഹുദൈബിയ കരാർ മൂലം ഡാഷ് ഉണ്ടായിട്ടുണ്ട്. ഹുദൈബിയ കരാർ മൂലം എന്താണ്? മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ എന്നവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താവും? ഹുദൈബിയയിലെ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വരും. ഇനി അടുത്തൊരു ആക്ടിവിറ്റി 4-മത്തത് യോജിപ്പിക്കുക എന്നാണ്. ഇവിടെ 5 ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിലുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കി, ഉത്തരങ്ങളൊക്കെ വായിച്ച് നോക്കി കൃത്യമാക്കിയിട്ട് ഉറപ്പിച്ചിട്ട് മാത്രം ആൻസറുകൾ താഴത്തേക്ക് എടുത്ത് എഴുതുക. ഇവിടെ എന്തൊക്കെയാണ്? ഇൽമ് പഠിക്കുക എന്നുണ്ട് ഒരു ഉത്തരം. പിന്നെ നാവ് എന്നുണ്ട്, സിന എന്നുണ്ട്, 70 പേർ എന്നുണ്ട്, യഹൂദികൾ എന്നൊക്കെ ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട്. ചോദ്യം വായിച്ചിട്ട് ഉത്തരങ്ങൾ നോക്കി മനസ്സിലാക്കി എഴുതുക. അതിൽ 1-മത്തെ ചോദ്യം, മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്ന ഒരു അവയവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ഇതാണ് അതിൻ്റെ ആൻസർ. എന്താണ്? നാവ്. ഇനി 2-മത്തേത് ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. അതിൽ ആ മരുന്ന് 2-3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഇതിലുണ്ട്. ഏതാണ്? ഇതാണ് അതിൻ്റെ ആൻസർ. ഇൽമ് പഠിക്കുക. അതാണ് ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന്. അപ്പോൾ ഇൽമ് പഠിക്കുക എന്നെഴുതാം. അതാണ് 2-മത്തെ ആൻസർ. 3-മത്തെ ചോദ്യം എന്താ? സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തട്ടുന്ന വൻകുറ്റം. സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തട്ടുന്ന വൻകുറ്റാണെന്ത്?
സിന. അപ്പോൾ അതാണ് മൂന്നാമത്തെ ആൻസർ, സിന എന്ന് എഴുതാം. നാലാമത്തത് ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ. ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നത് ആരാണ്? യഹൂദികളാണ്. അപ്പോൾ യഹൂദികൾ എന്ന് എഴുതാം. ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നു ആര്? യഹൂദികൾ. അതിൻ്റെ ആൻസർ അവിടെ ഉണ്ട്. ലാസ്റ്റ് അഞ്ചാമത്തത് ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ. ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ എത്ര ആൾക്കാരാ? എന്താണ് അതിൻ്റെ ആൻസർ? 70 പേർ അല്ലേ? 70 പേർ കൊല്ലപ്പെട്ടു, അത്രയും പേര് തടവുകാരാക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് എഴുതാം? 70 പേർ എന്ന് എഴുതാം. ഇനി അടുത്തത് ഹിജ്റ വർഷം എഴുതുക എന്നാണ് അടുത്തൊരു ആക്ടിവിറ്റി. അതിലൊന്നാമത്തത് ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധം നടന്ന ഹിജ്റ വർഷം ഏതാണ്? ഹിജ്റ 2-ാം വർഷമാണ് അല്ലേ? അപ്പോൾ ഹിജ്റ 2-ാം വർഷം എന്ന് എഴുതാം. അക്കത്തിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഇതേപോലെ എഴുതുന്നു എന്ന് മാത്രം. 2-ാം വർഷം. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ഏതാ? ഹിജ്റ 9-ാം വർഷമാണ്. ഹിജ്റ 11-ാം വർഷമാണ്. അപ്പോൾ 11-ാം വർഷം എന്ന് എഴുതാം. ഹിജ്റ 11-ാം വർഷം. ഇനി അടുത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത് ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 4 മദ്ഹബിൻ്റെ ഇമാമുകൾ, അവരുടെ ഡീറ്റെയിൽസൊക്കെ അത് പറയുന്നുണ്ട്. ഹിജ്റ 179-ലാണ്. 179 ഹിജ്റ 179 ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഇനി നാലാമത്തത് മക്ക വിജയം നടന്നത് എത്രാം വർഷമാണ്? ഹിജ്റ 8-ാം വർഷമാണ്. മക്ക വിജയം നടന്നത് ഹിജ്റ 8-ാം വർഷം. അപ്പോൾ ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ഹിജ്റ 11-ാം വർഷം. മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 179. മക്ക വിജയം നടന്നത് ഹിജ്റ 8-ാം വർഷം. അടുത്തത് സാരം എഴുതുക എന്നാണ് അടുത്ത ആക്ടിവിറ്റി. അതിൽ 3 ചോദ്യങ്ങളുണ്ട്. സാരം എഴുതുകാരന് അർത്ഥം എഴുതി കൊടുക്കാനാണ്. അതിലൊന്നാമത്തത് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്താണ് അതിൻ്റെ അർത്ഥം? നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു എന്നാണ്. എന്താണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നുള്ളതിൻ്റെ അർത്ഥം? നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. അടുത്ത എന്താ? അഫലാ അകൂന അബ്ദൻ ഷക്കൂറ. അഫലാ അകൂന അബ്ദൻ ഷക്കൂറ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവിയോട് പറഞ്ഞതാണ്. എന്താണ്? ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ? അതാണല്ലോ അതിൻ്റെ അർത്ഥം. എന്താണ്? അഫലാ അകൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടതില്ലയോ? മൂന്നാമത്തത് ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ എന്താണ്? മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക എന്നാണ് അർത്ഥം. എന്താണ്? മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക എന്നാണ് ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഹദീസുകളുടെ ഭാഗങ്ങളൊക്കെ അർത്ഥം എഴുതാനോ പൂരിപ്പിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. എല്ലാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. ഇനി വ്യക്തമാക്കുക എന്നുള്ള ചോദ്യമാണ്. അതിലൊന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതൊക്കെയാണ്? നബിയുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂതഗോത്രങ്ങൾ ഒരു 3 ഗോത്രങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നളീർ അല്ലേ? ഏതൊക്കെയാണ് ഗോത്രങ്ങൾ? ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. അങ്ങനെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ആ 3 ഗോത്രങ്ങളുടെ പേര് അവിടെ വന്നാൽ മതി. രണ്ടാമത്തേത് മുഅ്തദ് യുദ്ധത്തിൻ്റെ കാരണം എന്താ? എന്താണ് മുഅ്തദ് യുദ്ധത്തിൻ്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചു. അതാണ് മുഅ്തദ് യുദ്ധത്തിൻ്റെ കാരണം അല്ലേ? എന്താണ് മുഅ്തദ് യുദ്ധത്തിൻ്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചു എന്നോ അല്ലെങ്കിൽ വധിച്ചതിനാൽ എന്നൊക്കെ എഴുതാം. മൂന്നാമത്തേത് മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്ത് വെച്ച് പറഞ്ഞത്. മക്ക വിജയത്തിൻ്റെ ദിവസം നബി തങ്ങൾ കഅബയുടെ അടുത്ത് വെച്ച് പറഞ്ഞ കാര്യം എന്താണ്? ഒന്നെങ്കിൽ അറബി എഴുതാം അല്ലെങ്കിൽ അർത്ഥം എഴുതാം. ഖുൽ ജാ അൽ ഹഖു, അല്ലെങ്കിൽ ഖുല്ലുണ്ടാവില്ല. ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക്ക. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ് എന്ന് എഴുതാം. രണ്ടും എഴുതാലും കുഴപ്പമില്ല.
എന്താണ് വിളിച്ചു പറഞ്ഞത്? സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. അല്ലെങ്കിൽ ജാ അൽ ഹഖു വ സഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ, അങ്ങനെയൊക്കെ പറയാം. 4 തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്താണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ്. അതാണ് തസ്കിയത്തുൽ ഖുലൂബ്. എന്താണ് തസ്കിയത്തുൽ ഖുലൂബ്? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കൽ, അല്ലെങ്കിൽ ഖൽബിനെ ശുദ്ധിയാക്കലാണ് എന്നൊക്കെ എഴുതിയാലും കുഴപ്പമില്ല. 5-മത്തത് ലജ്ജ എന്നാൽ എന്ത്? ലജ്ജ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ്. എന്താണ് ലജ്ജ എന്നാൽ? എന്താണ്? വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ്, അല്ലെങ്കിൽ ഉൾപ്രേരണയാണ്, അല്ലെങ്കിൽ ഉൾപ്രേരണ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ലജ്ജ എന്നാൽ വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാസി വിഷൻസ്. ഇതിനോടകം തന്നെ 1000-ഓളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.